ടി വി പ്രസാദ്, നമുക്ക് ആ മെഷീൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മെഷീൻ ഓണാണ്. ആ മെഷീനിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. നമുക്കതിൻ്റെ സാങ്കേതിക വിദ്യ അറിയില്ല, ഏത് സ്ക്രീനിലാണ് തെളിയുന്നതെന്ന്. റഡാർ ദൃശ്യം ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭ്യമാവുകയാണ്. നീല ഗ്രാഫാണ് തെളിയുന്നതെങ്കിൽ അതിൽ സ്വാഭാവികമായും മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ ശ്വസിക്കുന്ന അവസ്ഥയാണ്. അതല്ല, ചുവന്ന സിഗ്നലാണ് ലഭിക്കുന്നതെങ്കിൽ ചലിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായും ഇതാണ് ഈ മെഷീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ സ്ക്രീൻ പ്രേക്ഷകർക്ക് കാണാൻ വളരെ ചെറിയ ഒരു സ്ക്രീനാണ്. ടി വി പ്രസാദ് ആ ക്യാമറ ഫോക്കസ് ചെയ്ത് തടസ്സമാകാതിരുന്നാൽ പ്രേക്ഷകർക്കും അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാവും. റഡാർ ദൃശ്യങ്ങളാണ്. ജീവൻ്റെ സിഗ്നലിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ടി വി പ്രസാദ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. താഴെ 2 അടി 3 ഇഞ്ച് താഴെ ഒരു മനുഷ്യജീവൻ്റെ തുടുപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി, ഒരു നീല വെളിച്ചം തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പലതവണ ട്രാഫിക് ഐലൻഡുകളിൽ നമ്മൾ ചുവപ്പ് വെളിച്ചത്തിൽ മറികടന്ന് പച്ച വെളിച്ചമാകാൻ കാത്തിരുന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടായിരിക്കുമല്ലേ നമ്മളൊരു നീല വെളിച്ചത്തിന് വേണ്ടി, നീല ഗ്രാഫിന് വേണ്ടി കാത്തിരിക്കുന്നത് ടി വി പ്രസാദ്? ഉറപ്പായിട്ടും അരുൺ, അതായത് ഒരു ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോയി അത് രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ അരുൺ. ആ നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ കണ്ടത്. അതായത് നേരത്തെ ഇങ്ങനെ ഒരു സാന്നിധ്യമുണ്ട്, അതിന്റെ ഭാഗമായാണ് സിഗ്നൽ. ആ സിഗ്നൽ എന്നത് സ്ട്രോങ് സിഗ്നൽ ആണ് എന്ന് പറഞ്ഞിട്ടും കുറച്ചു സമയം ഒരു അവ്യക്തതയുണ്ടായി. ദൗത്യം താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചു. അതിനുശേഷം പെട്ടെന്ന് തീരുമാനമുണ്ടാകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാത്രിക്ക് രാത്രി കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് തിരിച്ചുപോയ സേനാംഗങ്ങൾ തിരിച്ചു വരുന്നു. മിനിറ്റുകൾ കൊണ്ട് ജനറേറ്റർ എത്തിക്കുന്നു. സന്നദ്ധ സേനാംഗങ്ങൾ വളരെ സജീവമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ സിഗ്നലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നേരത്തെ കുറച്ചു സമയം മുമ്പ് ഈ കെട്ടിടത്തിനകത്ത് പൂർണ്ണമായ പരിശോധന നടത്തി, നേരത്തെയുള്ള സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ. ആ പരിശോധന ഇനിയിപ്പോൾ ഈ സിഗ്നലിന് ശേഷം തുടരുമോ എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിൽ മനുഷ്യസാധ്യമായ രീതിയിൽ തെരഞ്ഞതിന് ശേഷം കെട്ടിടം പൊളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത. നിലവിൽ എന്തായാലും ഹിറ്റാച്ചി പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചനയില്ല. മാത്രമല്ല, ഈ രാത്രി ഹിറ്റാച്ചി ഉപയോഗിച്ച് ജീവന് വേണ്ടി തിരയണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ജീവജാലങ്ങളാണെങ്കിൽ അത് കാണാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിനകം തീരുമാനമുണ്ടാകും എന്താണ് എന്നത് സംബന്ധിച്ച്, എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച്. ഇതിപ്പോൾ സ്ട്രോങ് സിഗ്നൽ ആണെങ്കിൽ, നേരത്തെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കിയത്, സ്ട്രോങ് സിഗ്നൽ ആണെങ്കിൽ ആ ഭാഗം, അതായത് മനുഷ്യ സാധ്യമായ രീതിയിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. എന്തായാലും പരിശോധിക്കാതെ തിരിച്ചു പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ റഡാറിന്റെ അത് കറക്റ്റാണ്, അതിന്റെ ഒരു സജ്ജീകരണം വളരെ കൃത്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം തന്നെ നേതൃത്വം വഹിച്ച് ഒരു ഡെപ്യൂട്ടി അതെന്താണ് എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ റഡാറിൻ്റെ അത് കറക്റ്റാണ്, അതിൻ്റെ ഒരു സജ്ജീകരണം വളരെ കൃത്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടം തന്നെ നേതൃത്വം വഹിച്ച് ഒരു ഡെപ്യൂട്ടി കളക്ടറിനെ കൂടെ ചുമതലപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ആ കൂടെ ആർമി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പോയിക്കൊണ്ട് ഓരോ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ സിഗ്നൽ വന്നപ്പോഴും ഈ പറയുന്ന സേനാംഗങ്ങളോട് ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ. പിന്നീടാണ് ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് നിർത്തിവെക്കുന്നു എന്നറിയില്ല എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്തത്. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. ആ ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സുദേവൻ്റെ വീട് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വലിയ കൂടം ഉപയോഗിച്ച് അടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ. അത്രയൊന്നും എന്തായാലും വരില്ലല്ലോ ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്ന രക്ഷാദൗത്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടായത്. മാത്രമല്ല, ഇനിയിപ്പോൾ ഇന്നിത് ഉപേക്ഷിച്ച് പോയി എങ്കിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യതയും. കാരണം ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനമാണ് സൈന്യമായാലും പോലീസായാലും NDRF ആയാലും അതുപോലെ ഫയർഫോഴ്സ് ആയാലും എല്ലാവരും ചേർന്ന് നടത്തുന്നത്. നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരാണ് രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തി തിരിച്ചു പോകുന്നത്. സ്വാഭാവികമായി ഇങ്ങനെ ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച ഒരു സംവിധാനം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ
ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനെ മറന്നുകൊണ്ടുള്ളൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയതും. തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ ഈ വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം അത് മാതൃകാപരമാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്നിപ്പോൾ ഈ രാത്രിയായിട്ടും ഇവിടെ തുടരുന്ന തിരച്ചിൽ. ഈ തെരച്ചിൽ വളരെ സജീവമായി തന്നെ മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ കെട്ടിടം പൂർണ്ണമായി പരിശോധിക്കും. കെട്ടിടം ഡെമോളിഷ് ചെയ്യുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോവും. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പരിശോധന നടത്തും. എന്തായാലും അതിലൊരു സ്ഥിരീകരണം നടത്തുന്നതുവരെ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നതാണ്. അരുൺ, മറ്റൊരു സഹായമുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മുണ്ടക്കൈ ഭാഗത്ത് മഴ പെയ്തില്ല എന്നുള്ളതാണ്. ഉച്ചവരെ ശക്തമായ മഴയായിരുന്നു. ഉച്ചവരെ ഞാൻ പുഞ്ചിരിമട്ടത്തായിരുന്നു. പുഞ്ചിരിമട്ടത്ത് അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ പിന്നീട് 3 മണിക്ക് ശേഷം മഴ പെയ്തതേയില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്നു. സാധാരണ ഇന്നലെയൊക്കെ ഈ സമയത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. കാലാവസ്ഥ പോലും അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഇങ്ങോട്ടേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നു. വളരെ ഗൗരവമായ ഒരു പരിശോധനയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേരത്തെ ഒരു നിരാശാജനകമായൊരു തീരുമാനമുണ്ടായി. ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് പോയി. പക്ഷേ പിന്നീട് ഉടനടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ദൗത്യം തുടരാൻ തീരുമാനിക്കുന്നു. ഉടനടി തിരിച്ചു പോയവരെല്ലാം മടങ്ങി വന്നുകൊണ്ട് ദൗത്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് പിന്നീട് നടന്നത്. ജനറേറ്റർ എത്തിച്ചു, വെളിച്ചം വന്നു. അപ്പോഴേക്ക് ഇവിടെ സന്നദ്ധ സേനാംഗങ്ങൾ തിരിച്ചു പോയവരെല്ലാം ഇരച്ചെത്തി. ഇപ്പോൾ പരിശോധന, വലിയ ഒരു ലൈറ്റ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിശോധന നടത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരച്ചിൽ. നേരത്തെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞത് ആദ്യം കെട്ടിടത്തിൻ്റെ ഉൾഭാഗം പൂർണ്ണമായി പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. നിലവിൽ എന്തായാലും ഹിറ്റാച്ചി ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെ വൈകിട്ട് സിഗ്നൽ കണ്ട സാഹചര്യത്തിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇവിടെ കെട്ടിടത്തിൻ്റെ പിറകുവശത്ത് നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അതിനുശേഷവും സിഗ്നൽ കണ്ടെങ്കിലും തെരച്ചിൽ തുടരാനുള്ള തീരുമാനം ഉണ്ടായില്ല. പിന്നീടാണ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. പിന്നീടാണ് അത് പെട്ടെന്ന് തന്നെ തുടരാനുള്ള തീരുമാനമുണ്ടായതും. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയേറെ ആളുകളുടെ സംഘാടനത്തോടുകൂടി ഒരു രക്ഷാദൗത്യം, അതായത് സമീപകാലത്തൊന്നും കേരളമോ രാജ്യമോ തന്നെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെ അതിൻ്റെ താഴെയുള്ള ജീവജാലം, അതിൻ്റെ ജീവൻ്റെ തുടിപ്പറിയാൻ പറ്റുന്ന ഒരു റഡാർ ഉപയോഗിച്ച് ഉള്ള പരിശോധന. ആ പരിശോധനയിൽ ഇങ്ങനെ ഒരു ജീവൻ്റെ സ്പന്ദനം കാണുന്നു. അതെന്താണ് എന്ന് സ്ഥിരീകരിക്കേണ്ട ബാധ്യത നേരത്തെ അവർ കൃത്യമായി പറയുന്നുമുണ്ടായിരുന്നു. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലാണ്. അങ്ങനെ സ്ട്രോങ് ആയ സിഗ്നലാണെങ്കിൽ സ്വാഭാവികമായി അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു പരിശോധന തന്നെയാണ് അരുൺ ഇവിടെ മുണ്ടക്കൈയിൽ തുടരുന്നത്. തീർച്ചയായിട്ടും 1000-ലൊരു സാധ്യത മാത്രമുള്ളൊരു പരീക്ഷണമാണെങ്കിൽ പോലും അതിൽ ജീവൻ്റെ സാധ്യത തേടിയുള്ള പരീക്ഷണമാണ് നടക്കുന്നതെങ്കിൽ അത് ഉപേക്ഷിക്കാൻ പാടില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം. അതിനെ തുടർന്ന് ദൗത്യം അവസാനിപ്പിച്ചു മടങ്ങിയ സംഘത്തെ തിരികെ വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റഡാറിൻ്റെ ആ മെഷീനാണ്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൗത്യവും അവിടെ പ്രവർത്തകർ നിൽക്കുന്നത് കൊണ്ട് അല്പം ഒന്ന് മറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് മറ്റൊരു ക്യാമറയുടെ ആംഗിളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കൂടുതൽ ഒരു ബലൂൺ ലൈറ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ലൈറ്റ് അവിടെ സ്ഥാപിക്കും അല്പസമയത്തിനുള്ളിൽ. അതോടുകൂടി കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ ബലൂൺ ലൈറ്റ് ഇപ്പോൾ ഇടും. ബലൂൺ ലൈറ്റ് അവിടെ കൊണ്ടുവന്നിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഉദ്യോഗസ്ഥരാണിപ്പോൾ അവിടെ ലൈറ്റ് കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോകുന്നത്.